ഈ സമയങ്ങളെല്ലാം നിരഞ്ജന്റെ കണ്ണുകൾ ഗൗരിയുടെ മേൽ പതിക്കുന്നത് കാശി കാണുന്നുണ്ടായിരുന്നു. അത് കാണുന്നതോറും കാശിക്ക് ദേഷ്യം എവിടുന്നൊക്കെയോ വരുന്നുണ്ടായിരുന്നു. രാത്രി അത്താഴം കഴിഞ്ഞ് എല്ലാവരും പല പല വഴിക്ക് പോയി. ഗൗരി പുറത്തുനിന്ന് തന്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇതെല്ലാം മുകളിലെ ബാൽക്കണിയിൽ നിന്ന് നിരഞ്ജൻ കാണുന്നുണ്ടായിരുന്നു. അവൻ വേഗം താഴോട്ടിറങ്ങി ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. ഗൗരി ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞും കാണുന്നു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന നിരഞ്ജനെയായിരുന്നു. അവനെ കണ്ടതും അവൾ മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഹായ്, ഗൗരി എന്നാണല്ലേ പേര്? എൻ്റെ പേര് നിരഞ്ജൻ. തന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാ. അതിനവൾ മറുപടിയായി പുഞ്ചിരിച്ചു. ഗൗരി ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. അപ്പോൾ പ്ലസ് ടു ബാക്കിയുള്ള പഠനമൊക്കെ എവിടെയായിരുന്നു? തിരുവനന്തപുരം തന്നെയായിരുന്നു? അല്ല, ഞാൻ ജനിച്ച വളർന്നെല്ലാം ലണ്ടനിലാണ്. അത് കേട്ട് നിരഞ്ജൻ ഗൗരി അത്ഭുതത്തോടെ നോക്കി. കാരണം ലണ്ടനിൽ വളർന്നൊരു പെൺകുട്ടിയെ പോലെ അല്ലായിരുന്നു അവളുടെ വസ്ത്രധാരണവും സ്വഭാവ രീതിയും. തന്നെ കണ്ടാൽ താൻ ലണ്ടനിൽ ജീവിച്ച പെൺകുട്ടിയാണെന്ന് പറയില്ല. തനി നാട്ടുപുറത്തുകാരി പെൺകുട്ടിയെ പോലെ ഉണ്ട്. അത് ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് കേരളത്തിനെ കുറിച്ച്. ഇവിടെ വന്നപ്പോൾ ഈ നാടിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് തുടർ പഠനം ഇവിടെ ആവാമെന്ന് കരുതിയത്. അതേതായാലും നന്നായി, നിരഞ്ജൻ പതി അവനോട് തന്നെ പറഞ്ഞു. എന്താ? ഞാൻ കേട്ടില്ല. നിരഞ്ജേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ലില്ല, കേരളത്തിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് പഠിക്കാൻ എന്ന് പറയായിരുന്നു. തനിക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒരുപാട് ഇഷ്ടമായി. ആലപ്പുഴ ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. ആണോ? എന്നാൽ തനിക്ക് കല്യാണം കഴിക്കാൻ ചെക്കനെ ഇവിടെ തന്നെ നോക്കിക്കോ. അവനെ കണ്ണിറുക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. ആർക്ക് ചെക്കൻ നോക്കുന്ന കാര്യമാണ് നിങ്ങൾ രണ്ടാളും പറയുന്നത്? അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് കാശി കണ്ടതും അവർ വേഗം ഇരുന്നിടത്ത് എണീറ്റു. അത് പിന്നെ ഞാൻ ഗൗരി പറയായിരുന്നു ഈ നാട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ചെക്കനല്ല, പയ്യനെ വേണമെങ്കിൽ ഇവിടെ നോക്കാമെന്ന് പറയായിരുന്നു. നിരഞ്ജൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ആണോ ഗൗരി, നീ അങ്ങനെ പറഞ്ഞോ? അവൻ്റെ വലിഞ്ഞുമുറി മുഖവും ചുവടിൽ വരുത്തി തീർത്ത പുഞ്ചിരിയും കൂടി കണ്ടും ഗൗരിക്കാകെ വെപ്രാളം വരാൻ തുടങ്ങി. അത് പിന്നെ കാശിയേട്ടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞ്. അവൻ കൈ ഉയർത്തി അവളെ ബാക്കി പറയാൻ സമ്മതിച്ചില്ല. നിരഞ്ജനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം, നീ അകത്തേക്ക് പോയിക്കോ. സൗമ്യതയോടുകൂടിയാണ് അവനത് പറഞ്ഞെങ്കിലും ആ വാക്കിലുണ്ടായിരുന്ന മൂർച്ച ഗൗരിക്ക് മാത്രം മനസ്സിലാവുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവളൊരു നിമിഷം പോലും അവിടെ നിന്നില്ല. അവൾ വേഗം കൂടി അകത്തേക്ക് കയറിപ്പോയി. നിരഞ്ജൻ ഇനി അവിടെ നിൽക്കണോ പോകണോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. നിരഞ്ജൻ ബാങ്കിലാണല്ലോ വർക്ക് ചെയ്യുന്നത്? അതെ. ഏത് ബാങ്കിലാണ്? ഞാൻ SBIയിലാണ്. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, കാശിയായിട്ട് എന്ത് ചെയ്യുന്നു? ആക്ച്വലി നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടാതിരിക്കായിരുന്നു ഞാൻ. സോറി കേട്ടോ. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. ഞാൻ പോലീസിലാണ്, ACP കാശിനാഥൻ IPS. അത് കേട്ടോ നിരഞ്ജൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. ആണോ? അതെ. പിന്നെ ഗൗരിക്ക് ഇവിടുന്ന് ചെക്കന്മാരെ നോക്കണ്ട കേട്ടോ. അവളെന്തായാലും ഈ ഭാഗത്തേക്ക് കല്യാണം കഴിച്ച് വിടില്ല. അവളങ്ങ് തിരുവനന്തപുരത്ത് ജീവിക്കേണ്ടവളാണ്. അവിടെ ജീവിക്കുകയുള്ളൂ, അവിടെ മാത്രം. അത്രയും പറഞ്ഞ് നിരഞ്ജന്റെ പുറത്ത് പതിയെ തട്ടി കാശി അകത്തേക്ക് കയറിപ്പോയി. നിരഞ്ജൻ അപ്പോഴും കാശി പറഞ്ഞതിന്റെ പൊരുളറിയാതെ അവൻ പോയ വഴിയെ നോക്കി അവിടെ തന്നെ നിന്നു. സർ, നമ്മുടെ സ്പിരിറ്റ് ഡോറി പോലീസ് പിടിച്ചു. വാട്ട്? വെറുതെ വിടില്ല കാശിനാഥ. നീ ഒരാൾ കാരണം എനിക്ക് എത്ര കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് നിനക്കറിയോ? നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടുന്ന നീ കരുതണ്ട. ഒരു കാശിനാഥൻ അവന്റെ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുക മനുഷ്യനെ പെടാപ്പാട് പെടുത്താൻ. എത്ര രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്? അത് പിന്നെ സർ 5 കോടി. അത് കേട്ടതും ചാണ്ടിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. കാശിനാഥ, അവൻ വരുന്നില്ലടാ നിന്റെ കാരനായിട്ട്. ഈ സമയം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവൻ ഇറങ്ങി. മനസ്സിൽ കുടിലത മാത്രം നിറച്ച് ആരോടും ദയയില്ലാത്ത രാക്ഷസൻ ആൽബർട്ട് ബെഞ്ചമിൻ. ഈ സമയമെല്ലാം നിരഞ്ജന്റെ കണ്ണുകൾ ഇടക്കൊക്കെ ഗൗരിയെ തേടി പോകുന്ന കാശി കാണുന്നുണ്ടായിരുന്നു. അതവന് വല്ലാത്ത അസ്വസ്ഥത നിറച്ചു. പലപ്പോഴും ഗൗരിയെ കാണുമ്പോൾ നിരഞ്ജന്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം തറവാട്ടിലെ മറ്റംഗങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവർക്ക് ഗൗരിയെ തങ്ങളുടെ മരുമകളായി കിട്ടാൻ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. കാശിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്ന അവസ്ഥയായി. ഗൗരിയെ മറ്റൊരാളുടെ പേര് ചേർത്ത് പറയുന്ന കേൾക്കുമ്പോൾ അവന്റെ ദേഷ്യം അവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ഋഷിയുടെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഫോൺ എടുത്ത്. ഹലോ. ഡാ കോപ്പെ, എന്ത് ഉറക്കാടാ നിനക്ക്? ഞാൻ എത്ര നേരം നിനക്കിടന്ന് വിളിക്കുന്നു. അപ്പോഴാണ് ഋഷി സമയം നോക്കുന്നത്. അർദ്ധരാത്രി 2 മണി. സമയം കണ്ടത് ഋഷിക്കാവ് പറഞ്ഞു കയറി. എടാ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുന്നേ ഉള്ളൂ. അപ്പോഴാ അവൻ്റെ വിളി. എന്താണെന്ന് എനിക്ക് ഇതിന് മാത്രം പറയാനുള്ളൂ, അതും അർദ്ധരാത്രി. അത് പിന്നെ കാശി വാക്കുകൾക്ക് വേണ്ടി തപ്പി തടഞ്ഞു. പറയ്, എന്താ? ഋഷിയുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. അത് പിന്നെ ഗൗരിയുടെ കാര്യമോ? ഗൗരിയുടെ കാര്യം എന്ന് കേട്ടതും ഋഷി ബെഡിൽ നിന്ന് ചാടി എണീറ്റിരുന്ന് മുഖമൊക്കെ ഒന്ന് കൈകൊണ്ട് തുടച്ചു. എന്താണ് കാര്യം? അവൻ സൗമ്യതയോടുകൂടി കാശിയോട് ചോദിച്ചു. അത് പിന്നെ അവൻ തറവാട്ടിൽ വന്ന് നിരഞ്ജനെ കണ്ടതും അവൻ അവളുടെ മേലുള്ള കൺവെല്ല ഋഷിയോട് കാശി വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഡു യു ലവ് ഹെർ?
എടുത്തടിച്ച പോലുള്ള ഋഷിയുടെ ചോദ്യത്തിൽ കാശി ആദ്യം ഞെട്ടി. അത് പിന്നെ എനിക്കറിയില്ലടാ, മനസ്സാകെ എന്തോ പോലെ. അവളുടെ പേര് മറ്റൊരാളുടെ കൂടെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. പല സമയങ്ങളിൽ ഞാൻ സാന്ദ്രയെ മറന്നു പോകുന്നടാ. എൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം എത്രത്തോളമെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഗൗരിയെ ഓരോ നിമിഷം കാണുമ്പോഴും എൻ്റെ മനസ്സ് അവളിലേക്ക് അടുക്കുന്ന എനിക്ക് തോന്നുന്നു. എന്തോന്ന് അതേസമയം തന്നെ പിന്നോട്ട് വലിക്കുന്നു. അറിയില്ലടാ, ഐ ആം റിയലി കൺഫ്യൂസ്ഡ്. നിനക്കറിയോ ഋഷി, സാന്ദ്രയോടൊപ്പം നിൽക്കുമ്പോൾ കിട്ടാത്തൊരു ഫീലിംഗ് എനിക്ക് ഗൗരിയുടെ ഒപ്പം നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതിനെയാണോ പ്രണയം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം കാശി കണ്ണടച്ച് നിന്ന്. ഹലോ കാശി, നീ കേൾക്കുന്നുണ്ടോ? ഡാ, അങ്ങനെയാണെങ്കിൽ ബാക്കി പറ. അങ്ങനെയാണെങ്കിൽ ഋഷി, നീ കാതോർന്ന് കേട്ടോ. ഞാൻ ഗൗരിയെ പ്രണയിക്കുന്നു. അവളെൻ്റെ പ്രണയമാണ്. അല്ല, അവളെൻ്റെ ഭാര്യയാണ്. ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്. വാ, പൊളിച്ചൂടെ മുത്ത്. നിനക്ക് ഇതുവരെ തോന്നാത്തൊന്നുമല്ല ഗൗരിയോടുള്ള പ്രണയം. നീ അന്ന് ബീച്ച് വന്ന് എന്നോട് ഗൗരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും മനസ്സിലായതാ നിനക്ക് ഗൗരി ഇഷ്ടമാണെന്ന്. പക്ഷെ നീ അപ്പോൾ സമ്മതിച്ചെന്നില്ലല്ലോ. ഞാനൊരിക്കലും സാന്ദ്രയെ നീ മറക്കണമെന്ന് പറയില്ല. അവൾ നിന്റെ ഹൃദയത്തിൻ്റെ അടുത്തിട്ട് എപ്പോഴും ഉണ്ടാവണം. അതൊരു അടഞ്ഞാധ്യായിട്ട് നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇനി നീ നിന്റെ മുഴുവൻ പ്രണയം നീ ഗൗരിക്ക് കൊടുക്കുക. അതൊരു പാവം പെണ്ണാടാ. അത്ര പാവമെന്നല്ല, നീ കണ്ടിട്ടില്ലല്ലോ അവളുടെ യഥാർത്ഥ സ്വഭാവം. ചില സമയത്ത് മഹാകുറുമ്പിയാ. അവളുടെ മുമ്പിൽ പല സമയങ്ങളിൽ ഞാനൊന്ന് പതറിപ്പോയിട്ടുണ്ട്. പഴയ കാര്യങ്ങളോർത്ത് കാശിയുടെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞ്. ആഹാ, അപ്പൊ കാര്യങ്ങൾ അവിടെ വരെ എത്തിയല്ലേ കൊച്ചു കള്ളൻ. ഓടാ. കാശിക്ക് അറിയാതെ ചിരി വരുന്നുണ്ടായിരുന്നു. ഞാനവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഇപ്പൊ സന്തോഷം കൊണ്ട് എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. എന്താ ഐ ആം സോ ഹാപ്പി. പിന്നെ നിന്റെ ഈ മുരടൻ സ്വഭാവം കൊണ്ട് അവിടെ അടുത്തേക്ക് ചെല്ലരുത് കേട്ടല്ലോ. എനിക്കത്രേ പറയാനുള്ളൂ. ആരാടാ മുരടൻ? കണ്ടില്ലേ, ഫോണിൽ കൂടിയാണെങ്കിൽ പോലും കടന്ന് ചാടുന്നു. ആദ്യം നീ നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യും. ആ പെണ്ണ് നിന്റെ ദേഷ്യം കാണുമ്പോഴേക്കും തിരിച്ചോടി ലണ്ടൻ തന്നെ പോകും. ഇല്ലടാ, അവളെൻ്റെ ഗൗരിയാ. ഈ കാശിനാഥൻ്റെ എല്ലാ ഭാഗങ്ങളും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവൾക്ക് ഈ കാശിനാഥനിൽ നിന്നൊരു മോചനമില്ല. നാട്ടിൽ തിരിച്ചെത്തട്ടെ, എന്നിട്ട് വേണം എനിക്ക് അവളോട് എൻ്റെ പ്രണയം തുറന്നു പറയാൻ. അതെന്തിനാടാ നീ തറവാട്ടിൽ നിന്നിട്ട് പറയുന്നത്? നിനക്ക് അവിടെ നിന്ന് തന്നെ പറഞ്ഞൂടെ? അത് വേണ്ട. ഇവിടെ എനിക്കെന്തോ ഐ ഡോണ്ട് നോ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ട്രിവാൻഡ്രം എത്തിയാൽ മതി. കാശി ഒരു മുഷിപ്പോടെ പറഞ്ഞു. എന്താ നിങ്ങൾ തിരിച്ചുറപ്പെടുന്നത്? മറ്റന്നാൾ മോർണിംഗ് പുറപ്പെടും. കേസിൻ്റെ കാര്യം നീ അറിഞ്ഞില്ലേ? അത് ഫോണിൽ കൂടി ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഋഷി. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കേടാ, എന്നാൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. നേരെ പുലർച്ചെ 3 മണി കഴിഞ്ഞ്. സോറിടാ. അതും പറഞ്ഞ് കാശി ഫോൺ കട്ട് ചെയ്തു. തൻ്റെ ബെഡിലേക്ക് കിടന്ന് കാശി ഇതുവരെ ഗൗരിയെ കണ്ട ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തു. എങ്ങനെയാടി പെണ്ണെ എൻ്റെ ഹൃദയത്തിൽ കയറി കൂടിയത്? അവൻ അപ്പോൾ തന്നെ ഗൗരിയെ കാണാൻ കൊതിയായി. അവൻ വേഗം വാതിൽ തുറന്നു. തൻ്റെ തൊട്ടടുത്തുള്ള ഗൗരിയുടെ റൂമിൻ്റെ വാതിൽ തുറക്കാൻ നോക്കി. പക്ഷെ അത് ലോക്കായിരുന്നു. കുറ്റിയിട്ടിരിക്കുകയാണല്ലോ, ഇനി എന്തു ചെയ്യും? അതാലോചിച്ചെന്ന് അവന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അവൻ നേരെ അവൻ്റെ റൂമിൻ്റെ വാതിലടച്ച് ബാൽക്കണിയുടെ അടുത്തേക്ക് ചെന്ന് അപ്പുറത്തേക്ക് നോക്കി. നോക്കുമ്പോൾ ഗൗരിയുടെ ബാൽക്കണിയുടെ ഡോർ അടച്ചിട്ടില്ലായിരുന്നു. അവൻ പതിയെ അപ്പുറത്തെ ബാൽക്കണിയിലേക്ക് ശ്രദ്ധയോടെ അള്ളിപ്പിടിച്ച് വലിഞ്ഞു കയറി. പോലീസ് ട്രെയിനിങ് കൊണ്ടുള്ള ഉപകാരമൊക്കെ എപ്പോഴാണ് മനസ്സിലാവുന്നത് കാശിക്ക്. അവൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ റൂമിലേക്കായിരുന്നു കാണുന്നത്. സുഖമായി ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ഗൗരിയാണ്. അവളുടെ നിഷ്കളങ്കമായ ഉറക്കം കണ്ടതും കാശിക്ക് അവളുടെ അതിയായ വാത്സല്യവും പ്രണയവും ഒരേ സമയം തോന്നി. അവളുടെ മുഖം കണ്ടതും അന്ന് അവൻ അവളെ അടിച്ചത് ഓർമ്മ വന്നു. സോറി മോളെ, അന്ന് നിനക്ക് ഒരുപാട് നൊന്തുവല്ലേ? അതും പറഞ്ഞാൽ അവളുടെ കവിളിൽ പതിയും തലോടി. എന്നിട്ട് ആ തുടുത്ത കവിളിലൊന്ന് ചുംബിച്ചു. ഉറക്കത്തിൽ ചിരിച്ചുകൊണ്ട് ഗൗരി മലർന്നു കിടന്നു. കാശിക്ക് തന്നെ ശ്വാസം നിലച്ചതുപോലെയാണ് അപ്പോൾ തോന്നിയത്. തൊണ്ട വറ്റി വരണ്ടുപോയി. തെന്നിമാറിയ ധാവണിക്കിടയിലൂടെ അവളുടെ ആലിലെ വയറിൽ കാണുന്ന പൊന്നരഞ്ഞാണവും ആഴമേറിയ നാഭിച്ചുഴിയും അതിനടുത്തായി കാണുന്ന ബട്ടർഫ്ലൈ ടാറ്റൂവും അവൻ്റെ രക്തത്തിന് ചൂട് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. എത്ര വേണ്ടെന്ന് ശ്രമിച്ചിട്ടും അവൻ്റെ കൈ അവളുടെ നാഭിച്ചുഴിയുടെ അടുത്തേക്ക് അടുത്തു. അവൻ പതിയെ കൈകൾ കൊണ്ട് ആ ടാറ്റൂവിലൊന്ന് തൊട്ടു. പിന്നീട് അവിടെ ഒന്ന് ചുംബിക്കാൻ അവന് മോഹം തോന്നി. അവൻ ചുംബിക്കാനൊന്ന് ആഞ്ഞതും പിന്നീട് വേണ്ട എന്ന് വെച്ച്. ഗൗരി, ഞാൻ നിന്റെ ശരീരത്തിൽ തൊടുമ്പോൾ നീ അത് അറിഞ്ഞിരിക്കണം. എൻ്റെ വന്യത് നിനക്ക് താങ്ങാൻ പറ്റുമോടാ? അവനൊരു കള്ളച്ചിരിയാൽ അവളോട് പതിയെ ചോദിച്ചു. അതിനുത്തരമെന്നോണം ഉറക്കത്തിൽ ഗൗരി ചിരിക്കുന്നുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ് അവളെ നോക്കി അവളുടെ ധാവണി ശരിയാക്കിയിട്ട് അവൻ ബാൽക്കണി വഴി തന്നെ തിരിച്ചു പോയി. നാളെ തങ്ങളുടെ ഇരു ജീവിതങ്ങളിൽ നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങൾ അറിയാതെ അവൻ നിദ്രയെ പ്രാപിച്ചു. ഉത്സവത്തിൻ്റെ അവസാന നാൾ എല്ലാവരും എല്ലാം കണ്ടും ആസ്വദിച്ചും അങ്ങനെ നടന്നു. അവസാന ദിവസം ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിലും പരിസരത്തുമെല്ലാം. കാശിയുടെ കണ്ണുകൾ എത്ര നിയന്ത്രിച്ചിട്ടും ഗൗരിയുടെ മേൽ പാറിപ്പറന്ന് വീണു. ഒരുപക്ഷെ ഗൗരി ഇതൊന്നും ശ്രദ്ധിക്കാതെ കാർത്തികയുമായി നല്ല സംസാരത്തിലായിരുന്നു. അതെ, നിങ്ങൾ ആത്മഹത്യയുടെ ചോട്ടിലേക്കുന്നുള്ളൂ, ഞങ്ങൾ പോരാ. അതും പറഞ്ഞ് ആരോ കാശിയും കുട്ടി അവിടെ നിന്ന് പോയി.
ഗൗരി നോക്ക്, അവിടെ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട്, വാ നമുക്ക് പോയി എന്തെങ്കിലും വാങ്ങിക്കാം. അയ്യോ ചേച്ചി, ചേട്ടന്മാർ നമ്മളോട് ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞ്, നമ്മളിവിടെ കണ്ടില്ലേ അവർ നമ്മൾ ചീത്ത പറയില്ലേ? അത് നീ പറഞ്ഞ് ശരിയാ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആരവേട്ടിനെ വിളിച്ച് പറയാം. അത് പറഞ്ഞ് കാർത്തു ആരവിനെ വിളിച്ച് തങ്ങളുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. പിന്നീട് അവർ രണ്ടുപേരും ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കുന്ന തിരക്കിലായിരുന്നു. ഇതെല്ലാം പുതുമയുള്ള കാര്യങ്ങളായിരുന്നുകൊണ്ട് ഗൗരിയെല്ലാം വളരെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് കാർത്തുവിനൊരു ഫോൺ വന്ന്. അവൾ ഗൗരിയെ നോക്കുമ്പോൾ അവൾ ഫാൻസി സാധനങ്ങൾ തിരയുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തു കുറച്ച് അരികിലേക്ക് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ചേച്ചി ഇതെങ്ങനെയുണ്ട്? ഗൗരി തിരിഞ്ഞു നോക്കുമ്പോൾ കാർത്തുവിനെ അവിടെ കണ്ടില്ല. ഇത് എവിടെ പോയി? ചേട്ടാ ഞാൻ ഇപ്പോൾ വരാമേ, ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ മാറ്റി വെച്ചേക്ക്. അതും പറഞ്ഞവൾ കാർത്തു നിൽക്കുന്നതിൻ്റെ എതിർവശത്തേക്ക് നടന്നു നീങ്ങി. ഫോണിൽ സംസാരം കഴിഞ്ഞ് തിരിച്ചു വന്ന കാർത്തു ഗൗരിയെ കാണാതാകെ പരിഭ്രമിച്ചു. ഈശ്വര, ഈ പെണ്ണിത് എവിടെ പോയി? ഏട്ടന്മാർ തന്നെ കൊന്ന് കൊല വിളിക്കും. കാർത്തു പലയിടങ്ങളിലും ഗൗരിയെ നോക്കിയെങ്കിലും അവൾക്ക് എവിടെയും അവളെ കാണാൻ സാധിച്ചില്ല. കാർത്തു മറ്റൊന്നും ചിന്തിക്കാതെ കാശിയുടെ നമ്പർ ഡയൽ ചെയ്ത് ഗൗരിയെ കാണാനില്ല എന്നുള്ള കാര്യം അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഗൗരിയെ കാണാനില്ലെന്ന് കേട്ടതും കാശിയുടെ നെഞ്ചാകെ മിടിക്കാൻ തുടങ്ങി. അവൻ അവന്റെ ശരീരം തളരുന്ന പോലെ തോന്നി. അവൻ സംയമനം പാലിച്ച് കാർത്തുവിനോട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞ ആൽമരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുക, ഞാൻ ഗൗരിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാം. അത്രയും പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ആരവിനോട് കാര്യം പറഞ്ഞ് അവളെയും തിരഞ്ഞു പോയി. ആൾക്കൂട്ടത്തിൽ പലയിടങ്ങളിൽ കാശി ഗൗരിയെ തിരഞ്ഞെങ്കിലും കാണാൻ സാധിച്ചില്ല. അവൻ ഗൗരിയെ തിരഞ്ഞ് അവസാനം ക്ഷേത്രത്തിന്റെ പുറകുവശത്തെത്തി. അവിടെ നന്നേ ഇരുട്ടായതിനാൽ അവൻ തിരിച്ചു പോകാനൊരുങ്ങിയതും കാലിൽ എന്തോ ചവിട്ടി. മൊബൈൽ ഫോണിന്റെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ ചവിട്ടിയ വസ്തു കണ്ടതും അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അത് ഗൗരിയുടെ കമ്മലായിരുന്നു. അവൻ ഒട്ടുമാദിക്കാതെ ഇരുട്ടിലേക്ക് ഓടിക്കയറിയപ്പോൾ പെട്ടെന്നാണ് തന്റെ നെഞ്ചിലേക്ക് എന്തോ വന്ന് ഇടിച്ചു നിന്നത്. ഗൗരി! ആ ഇരുട്ടിലും അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഗൗരിയുടെ ശരീരം പേടിയാൽ കിടുകിട വിറക്കുന്നുണ്ടായിരുന്നു. കാശിയേട്ട, ഞാൻ എല്ലാവരും പേടിച്ചിട്ടും പിന്നെ കരയുന്നുണ്ടും ഗൗരിക്ക് അവനോടൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഗൗരി റിലാക്സ്, ഞാൻ വന്നില്ലേ, ഇതാ നോക്ക്, ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ ചിരിച്ചുകൊണ്ട് അവന്റെ രണ്ട് കണ്ണുകൾ ചിമ്മി അവളോട് പറഞ്ഞു. അവന്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖം കണ്ട് അവളൊന്ന് റിലാക്സ് ആയി. ഗൗരിക്കുട്ടി ഇവിടെ ഇരിക്കേ, കാശിയേട്ട അവരോട് എന്താ കാര്യം ചോദിച്ചിട്ട് കൊടുക്കാനുള്ള കൊടുത്ത് വേഗം തിരിച്ചു വരാം കേട്ടോ. അവന്റെ മറുപടിക്ക് അവളൊന്ന് മൂളി. കാശിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമോ അവളോട് ചിരിച്ച് സംസാരിച്ചെന്നും ആ സമയം ഗൗരി ശ്രദ്ധിക്കുന്ന കൂടി ഇല്ലായിരുന്നു. ഇപ്പോഴും നേരത്തെ നടന്ന സംഭവത്തിന്റെ പേടിൽ തന്നെയായിരുന്നു. മുണ്ട് മടക്കി കുത്തി കാശി പതി ആ 3 പയ്യന്മാരുടെ അടുത്തേക്ക് ചെന്നു. അവിടേക്ക് എത്തും തോറും അവനൊരു രാക്ഷസനായി മാറിയിരുന്നു. അതെ ചേട്ടാ, ഞങ്ങൾ കുറെ നേരമായിട്ട് നോട്ടിട്ട പെൺകുട്ടിയാ അത്, ആദ്യം ഞങ്ങളൊന്ന് രുചിക്കട്ടെ, എന്നിട്ട് ചേട്ടൻ വേണമെങ്കിൽ എടുത്തോ. അത്രയും പറഞ്ഞു മാത്രമേ ആ പയ്യന് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവനെ നോക്കുമ്പോൾ നേരത്തെ ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. കാശിയുടെ ഒരൊറ്റടിയിൽ അവന്റെ ചെവിയിൽ നിന്ന് ചോര പുറത്തേക്ക് ചാടി. ഇത് കണ്ടത് മറ്റു 2 പയ്യന്മാർക്ക് പേടിയൊന്നെങ്കിലും അവരത് പുറത്ത് കാണിക്കാതെ ഒരുവൻ കാശി അടിക്കാൻ ഓങ്ങിയതും കാശി അവന്റെ 2 കൈയും പിരിച്ച് തിരിച്ചൊടിച്ചു കളഞ്ഞു. ഇത് കണ്ട മറ്റവൻ പേടിച്ച് തിരിഞ്ഞോടാൻ നിന്നും കാശി അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് നിലത്തേക്ക് തള്ളിയിട്ട് അവന്റെ നട്ടിൽ ചവിട്ടി ഒടിച്ചു. കാശിയുടെ രൗദ്രഭാവം കണ്ടതും ആ 3 പയ്യന്മാരും ആ വേദനക്കിടയിൽ കിഴികിട വിറക്കാൻ തുടങ്ങി. ദേഷ്യം അടക്കാൻ പറ്റാത്ത കാശി അവിടെ ഉണ്ടായിരുന്ന മരക്കഷ്ണം എടുത്ത് അവന്മാരുടെ തലക്കടിക്കാൻ പോയതും ഗൗരി ഓടി വന്ന് കാശിയെ പുറകിൽ കൂടി കെട്ടിപ്പോണു. വേണ്ട കാശിയേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം, എനിക്ക് പേടിയാവുന്നു, വേണ്ട, അവർ വിട്ടേക്ക്. അവളുടെ കരഞ്ഞുകൊണ്ടുള്ള സംസാരം കേട്ടതും കാശി തന്റെ കണ്ണുകൾ അടച്ചു പിടിച്ച് ദേഷ്യത്തെ നിയന്ത്രിച്ചു. ഇവള് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു, എന്റെ അവൻ പറയാമെന്ന് മുഴുവനാക്കി അവിടെ ആവശ്യത്തിൽ കിടക്കുന്നവരുടെ മുഖത്ത് ഒരു ചവിട്ടും ചവിട്ടി ഗൗരിയുടെ കൈയും പിടിച്ച് ഇരുട്ടിലേക്ക് നടന്നു നീങ്ങി. കാശി നേരെ ഗൗരിയും കൊണ്ട് പോയ തറവാട്ടിലേക്കായിരുന്നു. അതിനുമുമ്പ് ആരവിനോട് വിളിച്ച് ഗൗരിയെ കിട്ടിയെന്നും അവൾ വഴിതെറ്റി പോയതാണെന്ന് മാത്രം പറഞ്ഞു. താൻ അവൾ തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ബാക്കിയുള്ളവരെയും കൂട്ടി സാവകാശം ആരവിനോട് അങ്ങോട്ടേക്ക് എത്തിയാൽ മതിയെന്നും കാശി പറയാനും മറന്നില്ല. തറവാട്ടിലുള്ളവരോട് ആരോടും ഗൗരിയെ മിസ്സായ കാര്യം പറയണമെന്ന് പ്രത്യേകം പറയാതിരിക്കാൻ അവൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അവന്റെ കയ്യിൽ പിടിച്ച് നേരെ അവളെ അവളുടെ റൂമിലേക്കാക്കി തിരിഞ്ഞു പോകാനൊരുങ്ങിയ കാശി അപ്പോഴാണ് അവിടെ കൈ പൊട്ടി ചോര വരുന്ന കണ്ട്. നീ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും, ഞാനിപ്പോൾ മരുന്നെടുത്ത് വരാം. അവൻ പോയതും അവൾ വേഗം ഫ്രഷ് ആവാൻ പോയി. തലയും തോത്തി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണുന്നത് തന്നെയും കാത്ത് തൻ്റെ ബെഡിലിരിക്കുന്ന കാശിയാണ്. അവൾ അവിടെ നിൽക്കുന്ന കണ്ടു അവൻ അവളോട് കണ്ണുകൊണ്ട് ബെഡിലിരിക്കാൻ വേണ്ടി പറഞ്ഞു. അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അവൾ അവൻ്റെ അരികത്തായിരുന്നു. അവൻ ആദ്യം പഞ്ഞുകൊണ്ട് അവളുടെ മുട്ടുകൈയുടെ ചോര മുഴുവൻ തുടച്ചു മാറ്റി. ആ സമയം വേദന മൂലം ഗൗരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൻ പതിയെ മുറിവ് പറ്റിയ സ്ഥലത്ത് ഊതിക്കൊടുത്തു. വളരെ പതിയെ ഓയിൻമെൻ്റ് അവിടെ തേച്ചു. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അവൻ്റെ ചോദ്യത്തിൽ അവൾ ആകെ പരവേശപ്പെട്ടു. ഇല്ല. എന്തോ അവൾ പറഞ്ഞ കള്ളമാണെന്ന് അവളുടെ മുഖത്ത് തന്നെ അവന് മനസ്സിലായി.
അവൻ മറുത്തും ചോദിക്കാതെ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും പുറകിൽ നിന്ന് ഗൗരിയുടെ വിളി വന്നു. കാശിയേട്ടാ, ഓയിൻമെന്റ് ഇവിടെ വെച്ചിട്ട് പോവോ? അവൻ തിരിഞ്ഞ് അവളോട് ചോദിച്ചു. അതെന്തിനാ? നീയല്ലേ പറഞ്ഞു നിനക്ക് വേറെ എവിടെയും പരിക്കളില്ലാന്ന്. അതിനവൾ തലകുനിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. വേറെ 2 സ്ഥലത്തു കൂടി മുറിവുണ്ട്. എവിടെ? അവൾ തൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തും വയലുമായി കൈ ചൂണ്ടി കാണിച്ചു. അവളത് അവനോട് പറഞ്ഞു. കാശിക്ക് അവന്മാരെ 3 കൊല്ലാനുള്ള ദേഷ്യം തോന്നി. കൈമുഷ്ടി ഉരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു അവൻ ഓടി വന്ന് ഗൗരിയെ പിടിച്ച് എണീപ്പിച്ച് നിർത്തി. അവളുടെ മാറിൽ നിന്നും ധാവണി വലിച്ചൂരി നിലത്തേക്ക് എറിഞ്ഞു. ഗൗരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു. അവൾ തന്റെ മാറുകൾ കൈകൾ കൊണ്ട് മറച്ചു പിടിച്ച് പുറകിലേക്ക് തിരിയാൻ നോക്കിയത് അതിന് സമ്മതിക്കാതെ കാശി അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളി. ബാലൻസ് കിട്ടാതെ അവൾ മലർന്നടിച്ച് വീണു. അതുവരെ ഗൗരി ഒളിപ്പിച്ചു വെച്ച താലി ആ വീഴ്ചയിൽ പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ വീണുപോയിരുന്നു. ഗൗരിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. വേഗം പിടഞ്ഞെണിക്കാൻ നോക്കിയതും അവൻ അതിന് സമ്മതിക്കാതെ അവളുടെ നെഞ്ചിന്റെ ഭാഗത്തായി ചേർന്ന് കിടന്ന് മരുന്ന് നെഞ്ചിൽ തേച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത്. എന്തോ അവൻ്റെ മുമ്പിൽ അങ്ങനെ കിടക്കാൻ അവൾക്കൊരു ചളിപ്പ് തോന്നി. അവൾ അവനോട് പറഞ്ഞു. കാശിയേട്ടൻ, ഞാൻ ചെയ്തോളാം, മാറി നിൽക്കുമോ? പക്ഷെ അവൾ ചോദിച്ചുള്ള ഉത്തരവൊന്നുമല്ല അവൻ അവൾക്ക് നൽകിയത്. തൻ്റെ മാറിടിക്കലായ ഒരു നൂൽ വ്യത്യാസത്തിൽ അവൻ്റെ മുഖം വന്ന് നിൽക്കുന്നു. അവളിൽ നിന്നുതിരുന്ന നിശ്വാസം തൻ്റെ മാറിൽ വന്ന് തട്ടുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ കാശി ഇതൊന്നും ശ്രദ്ധിക്കാതെ മുറിവിൽ മരുന്ന് പുരട്ടും തിരക്കിലായിരുന്നു. പലപ്പോഴും അവൻ്റെ കണ്ണുകൾ എത്ര നിയന്ത്രിച്ചിട്ടും അറിയാതെ തന്നെ അവളുടെ ഇളറോസ് ചുണ്ടിലേക്ക് മാറി മാറി തെന്നി നീങ്ങി. അപ്പോഴാണ് അവൻ കെട്ടിയ താലി അവൻ കാണുന്നത്. അതിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ മുറിവ് പറ്റിയ വയറിൽ മരുന്ന് പുരട്ടി. അവൾ വേദന കൊണ്ട് എരിവ് വലിച്ചു. പക്ഷേ കാശി അതൊന്നും അറിയുന്നുകൂടി ഇല്ലായിരുന്നു. ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ അവളുടെ താലിയിൽ അമർത്തി ചുംബിച്ചു. ഗൗരിയുടെ ശരീരം കിടകിടാ വിറക്കുന്ന പോലെ തോന്നി. പെട്ടെന്നാണത് സംഭവിച്ചത്. ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. തൻ്റെ ഇടതു നെഞ്ചിലായി കാശിയുടെ വലത് കൈ ഞെരിഞ്ഞമർന്നതും അവളിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. അവൾ അവൻ്റെ ഇരു ഷോൾഡറിലും കൈകൾ വെച്ച് അമർത്തി പിടിച്ചു. മാറിൽ നിന്നും കൈയെടുക്കാതെ കാശി തൻ്റെ മുഖം അവളുടെ നെഞ്ചിലൂടെ കഴുത്തിലൂടെ ഇഴഞ്ഞു വന്ന് ചെവിക്കരിയിലായി കൊണ്ടുവന്ന് അവൻ അവളോട് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ? പക്ഷെ അവളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു. ഇത് കണ്ട് കാശി അവളുടെ മാറിൽ ഒന്നുകൂടി അമർത്തിയതും വേദന കൊണ്ട് അവൾ അറിയാതെ, കാശിയേട്ട വേണ്ട എന്ന് ഞാൻ പറയുന്ന കേൾക്കുമോ? അവൻ്റെ ചുണ്ടുകൾ തൻ്റെ കാതിലായി പതിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഗൗരി, വാതിൽ തുറന്നേ, ഇത് ഞാനാ, കാതു ചേച്ചി. പെണ്ണ്, നീ ഉറങ്ങിപ്പോയോ? സ്വഭാവത്തിലേക്ക് വന്ന ഗൗരി കാശിയെ പിടിച്ചു തള്ളി നിലത്തിടുന്ന ധാവണി എടുത്തു കൊടുത്ത് വെറുതെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞു. കാശിക്കപ്പോൾ നല്ലവണ്ണം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾക്ക് വരാൻ കണ്ട സമയം. അവൻ ഗൗരിയെ നോക്കി മീശ പിരിച്ച് ആ നുണക്കുഴി കവിളുകൾ കാട്ടി ഒരു ചിരിയിരിച്ച് ബാൽക്കണിയിലേക്ക് പോകുന്ന കണ്ട്. എങ്ങോട്ട് കാശിയേട്ടൻ പോകുന്നു? അതും ചിന്തിച്ച ആൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നു തൻ്റെ അപ്പുറത്തെ മുറിയിലേക്ക് ബാൽക്കണി വഴി ചാടിക്കയറുന്ന കാശിയാണ്. ഇത് കണ്ട ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും പുറപ്പെടാൻ തയ്യാറായി. ഏറ്റവും കൂടുതൽ സന്തോഷം കാശിക്കായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, നിങ്ങളെല്ലാവരും ഒരിക്കൽ തിരുവനന്തപുരത്തേക്ക് വരൂ, മുത്തശ്ശി പറഞ്ഞു. ആയിക്കോട്ടെ എഴുത്തി, ഞങ്ങൾ എന്തായാലും വരും, വരണമല്ലോ. മുത്തശ്ശൻ ഗൗരി നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഈ സമയം നിരഞ്ജന്റെ മുഖത്തൊരു നാണം വന്നു. തറവാട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ കാശിക്കെല്ലാം മനസ്സിലായിരുന്നു. അവൻ നിരഞ്ജനെ നോക്കി പല്ലിറുമ്പി. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ട്രാവലിലേക്ക് കയറാൻ പുറപ്പെട്ടതും നിരഞ്ജൻ എല്ലാവർക്കും വന്ന് കൈ കൊടുത്തു. കാശിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ കൈ കൊടുത്തു. കാശി അവൻ്റെ കൈ ബലമായി ഒന്ന് പിടിച്ചു, എന്നിട്ട് ഇറുക്കി കെട്ടിപ്പിടിച്ചു. ആ പിടുത്തത്തിൽ നിരഞ്ജന്റെ എല്ലുകൾ ഒടിഞ്ഞു പോയെന്ന സംശയം ഉണ്ടായിരുന്നു. കാശി അവന് വിട്ടതെന്ന് നിരഞ്ജൻ ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു. നിരഞ്ജ, പിന്നെ കാണാട്ടോ, വല്ലപ്പോഴും തിരുവനന്തപുരത്തേക്കൊന്ന് വാ. അത്രയും പറഞ്ഞ് അവനെ ഇരുത്തി നോക്കി. കാശി ട്രാവലറിലേക്ക് കയറിയിരുന്നു. ഹോ, എന്തൊരു പിടിയാ മനുഷ്യൻ പിടിച്ച്. മനുഷ്യൻ്റെ അസ്ഥികളെല്ലാം നുറുങ്ങിപ്പോയെന്ന് തോന്നുന്നു. കള്ളന്മാരെയും കൊലപാതകളെയും കൈ കിട്ടിയ കൊന്നുകൾ വിളിക്കും തോന്നുന്നു ഈ മനുഷ്യൻ. നിരഞ്ജൻ ആത്മ. പെട്ടെന്നാണ് ഗൗരി അങ്ങോട്ടേക്ക് വന്നത്. അവളെ കണ്ട് നിരഞ്ജന്റെ മുഖം പൂനില ഉദിച്ച പോലെയായി. പക്ഷേ ഗൗരി നിരഞ്ജനൊന്നും ശ്രദ്ധിക്കുന്നതുകൂടെ ഇല്ലായിരുന്നു. അവൾ ഇന്നലെ കാശി തന്നോട് ചെയ്ത പ്രവൃത്തിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അവൾ അത് തന്നെ ആലോചിച്ച് ട്രാവൽ കയറാൻ ഒരുങ്ങിയതും നിരഞ്ജന്റെ ശബ്ദമാണ് അവളെ പുറകോട്ട് നോക്കാൻ പ്രേരിപ്പിച്ച്. എടോ ഗൗരി, താനിത് ഏത് ലോകത്താ? നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെയാണോ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? അവനൊരു കള്ളച്ചിരിയാൽ അവളോട് ചോദിച്ചു. അയ്യോ സോറി നിരഞ്ജൻ ചേട്ടാ, ഞാൻ കണ്ടില്ലായിരുന്നു, ഞാനെന്തോ ഓർത്ത്, സോറി. ഏയ് ഇറ്റ്സ് ഓക്കേടാ, ഞാൻ തമാശ പറഞ്ഞ. അതിനവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ശരി, ഞാൻ പോട്ടെ. അത്രയും പറഞ്ഞ് ഗൗരി വേഗം ട്രാവലറിലേക്ക് കയറി. നിരഞ്ജന് അവൾക്കായിരുന്നു കണ്ടപ്പോൾ എന്തോ സങ്കടം വന്നു. അവൾക്ക് ഇന്നലത്തെ സമ്പത്തിന് ശേഷം കാശിയെ നോക്കാൻ ഒരു മടിയുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ അവൾ കാർത്തിയുടെ അടുത്താണ് വന്നിരുന്നത്. ഇത് കണ്ടത് കാശിയുടെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ടായിരുന്നു. ദേഷ്യം വന്ന കാശി ഗൗരിയുടെ പേര് വിളിക്കാൻ പോയതും ആര് വന്ന് ചാടി അവന്റെ സീറ്റിൽ കയറിയിരുന്നു. സുഭാഷ്. കാശിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. പക്ഷെ ആരവ് പൊട്ടനാണെന്നും മനസ്സിലായില്ല. അടുത്തിരുന്ന ആരവിനെ കാശി നല്ലോണമെന്ന് സ്മരിച്ചു. അതിന്റെ ഫലമായിട്ടാണ് തോന്നുന്നു ആരവ് നിർത്താതെ തുമ്മുന്നുണ്ടായിരുന്നു. ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം പുലർച്ചയോട് കൂടിയിട്ടാണ് അവർ തിരിച്ച് തറവാട്ടിൽ എത്തിച്ചേർന്നത്. തറവാട്ടിലെത്തിയത് ഋഷി കാശിയും കാത്ത് പുറത്തുതന്നെ നിൽപ്പുണ്ടായിരുന്നു. നീ എന്താടാ ഇത്ര രാവിലെ തന്നെ? കാശി തന്റെ ശരീരം ഒന്ന് സ്ട്രാച്ച് ചെയ്തുകൊണ്ട് ചോദിച്ചു. നിന്റെ ഫോൺ എവിടെയാടാ? എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു? വിളിച്ച് എൻ്റെ വിരൽ തേഞ്ഞ്. നീ വേറെ റെഡിയാകാൻ നോക്ക്. നമുക്ക് ഇപ്പം തന്നെ ഡൽഹിയിലേക്ക് പോകണം. ഡൽഹിയിലേക്കോ? എന്തിന്? IPS ഓഫീസർമാരുടെ സെമിനാർ ട്രെയിനിങ് ആണ്. 1 month. ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ നിന്റെ മെയിലിലേക്ക് അയച്ചിരുന്നല്ലോ, നീ കണ്ടില്ലേ? ഇല്ലടാ, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എന്താണ് കാശി കാര്യം? അജു ചോദിച്ചു. കാശി അവന് പോകാനുള്ള കാര്യങ്ങളെല്ലാം അജുവിനോടും മറ്റു കുടുംബാംഗങ്ങളോടായിട്ട് പറഞ്ഞു. വേറെ റെഡിയാൻ നോക്ക്, ലേറ്റ് ആവണ്ട, ഫ്ലൈറ്റ് മിസ്സാവും. ശരിയേട്ടാ. അത്രയും പറയാൻ ഗൗരിയെ നോക്കി അകത്തേക്ക് കയറിപ്പോയി. സങ്കടം കൊണ്ട് ഗൗരിയുടെ മുഖം താണുപോയിരുന്നു. അവൾക്ക് അവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്ക് അവൻ പോവുകയാണെന്ന് പറഞ്ഞു അവൾക്ക് സങ്കടമായി. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗൗരിയെ നോക്കി ജീപ്പിൽ കയറി പോയി തുടങ്ങി. മിററിലൂടെ നോക്കുമ്പോൾ ഗൗരി അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവൻ കണ്ടിരുന്നു. അവൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ ഇരുകണ്ണുകളും ചിമ്മി കാണിച്ചുകൊണ്ട് യാത്രയായി. അവൻ്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖം കണ്ടതും അതും തന്നോട് അവൾക്ക് ലോകം വെട്ടിപ്പിടിച്ച പ്രതീതി തോന്നി. അവളുടെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചു. ഗൗരി തുള്ളിച്ചാടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നീടുള്ള ദിവസങ്ങൾ കാശിയും കാത്തിരിക്കുകയായിരുന്നു ഗൗരിയുടെ മെയിൻ പണി. 1 മാസം എന്ന 1 വർഷമായിട്ടാണ് അവൾക്ക് തോന്നിയത്. ഇതിനിടയിൽ ഒരിക്കൽ പോലും കാശിയും ഗൗരിയും തമ്മിൽ കണ്ടിട്ടില്ലായിരുന്നു. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അവരിരുവരും പരസ്പരം ഓർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ആകാശത്തെ കാർമേഘം പരക്കുന്നത് അവരിരുവരും അറിഞ്ഞില്ല. അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ അറിയാതെ ഇരുവരും പരസ്പരം ഓർമ്മകളിൽ ജീവിച്ചു.